നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്റെ അമ്മയുടെ ഒരു ചിത്രവുമായി വന്നു. അത് നിന്റെ അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നിന്നെ പോലൊരു പൊട്ടി വിശ്വസിച്ചു. ഇപ്പതാ ഒരു പുതിയ കഥാപാത്രത്തെയും കൊണ്ട് വന്നിരിക്കുന്നു. സുബ്രഹ്മണ്യം, സീതാലക്ഷ്മിയുടെ ആത്മഹത്യ ചെയ്ത ഭർത്താവ്. ആത്മഹത്യക്ക് കാരണം നിന്റെ ഡാഡിയും സീതാലക്ഷ്മിയും തമ്മിലുള്ള വഴിവിട്ട ബന്ധം. നാണമില്ലേ നിനക്കിത് വിശ്വസിക്കാൻ? നാണം തോന്നിയില്ലേ എന്നോട് വന്നിത് പറയാൻ? അല്ല, അത് പിന്നെ തെളിവ് സൈതാപ്പച്ചി പറഞ്ഞപ്പോ. എന്ത് തെളിവ്? 18 വർഷം മുമ്പത്തെ ഏതോ ഒരു സ്വീപ്പർ ലീലാമ്മ. ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു സ്വീപ്പർ ലീലാമ്മ ഒരു സുപ്രഭാതത്തിൽ എങ്ങനെ കഥയിൽ പൊങ്ങി വന്നു? നിന്റെ അപ്പച്ചിക്ക് എങ്ങനെ അവരുടെ നമ്പർ കിട്ടി? ഇങ്ങനൊരു ലീലാമ്മ ശരിക്കും ഉണ്ടോ? അതൊന്നും എനിക്കറിയത്തില്ല. നീ ഈ പറഞ്ഞത് വാസ്തവം. നിനക്കൊന്നും അറിയില്ല. അപ്പച്ചി പറഞ്ഞു, നീ അതങ്ങ് കേട്ടു, അത്ര തന്നെ. അക്ഷര, കഥകൾ മെനയാൻ നിന്റെ അപ്പച്ചിയെപ്പോലെ കഴിവുള്ളൊരാളെ ഞാൻ കണ്ടിട്ടേയില്ല. തമ്മിലടിപ്പിച്ച് ജയിക്കുക എന്നതാണ് അപ്പച്ചിയുടെ തന്ത്രം. എന്റെയും നിന്റെയും കാര്യത്തിൽ അവരത് ഭംഗിയായി നടപ്പാക്കിയതാണ്. ഇപ്പോ നിന്റെയും നിന്റെ ഡാഡിയുടെയും ഇടയിലേക്കാണ് അവരാ ആയുധം എറിഞ്ഞിരിക്കുന്നത്. നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. വെറുതെ മറ്റുള്ളവരുടെ പിച്ചാത്തിക്ക് പിടിയാവാൻ നിൽക്കരുത്. ഇത്രയും കൃത്യമായി നീ പണിയെടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഈ കബനിയ സാറിന് കാലങ്ങളായിട്ട് അറിയാവുന്നതല്ലേ. ഏറ്റെടുക്കുന്ന പണി കൃത്യമായിട്ട് ചെയ്തിരിക്കും. ആ കൊച്ചൊക്കെ സേഫ് ആയിട്ടുണ്ട് സാർ. കൊച്ചു സേഫ് ആണെന്നല്ല ഞാൻ ചോദിച്ചത്. അതിന്റെ പേരില് എനിക്കിനി പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. ഇല്ല സാർ, അന്ത കൊളുന്നയുടെ പേരില് സാറിന് ഇനി ഒരു പ്രശ്നവും വരില്ല. കൊച്ചിന്റെ പേരിലുള്ള പ്രശ്നങ്ങളെ തീർന്നുള്ളൂ. കൊച്ചിന്റെ അമ്മ ജീവനോട് ഇരിക്കല്ലേ. അന്ത പൊണ്ണിനെയും തൂക്കട്ടെ സാർ. ആ പൊന്നുമണിയെ തൂക്കിയ പിന്നെ ശരവണൻ എങ്ങനെ അവളെ കിട്ടും? ഇവന്റെ മനേവിയല്ലേ പൊന്നുമണി. ആമാ സാർ, എനക്ക് വേണം അവളെ. നീ കൊണ്ടുപോക്കടാ. അതൊക്കെ നിന്റെ റിസ്ക്. പക്ഷേ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. നമ്മള് 3 പേരും പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും. അയ്യോ പൊത്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെയുള്ള ജോലി ചെയ്യുമ്പോഴേ ഇതൊക്കെ പതിവാ. അറിയാമല്ലോ രണ്ടാൾക്കും. കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ് അവര് പോലീസിൽ പരാതി കൊടുത്തിട്ടു. സ്വാഭാവികമായി 1ാം പ്രതി ഞാനായിരിക്കും. കൂടെ നിങ്ങൾ രണ്ടാളും 2ഉം 3ഉം പ്രതികളായിട്ടുണ്ടാവും. വിവരങ്ങൾ ചിക്കച്ചികഞ്ഞ് പോലീസ് വരും. കുഴപ്പമാവോ സാർ? കുഴപ്പമാകരുത്, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ആ നിരഞ്ജൻ ഡോക്ടറിന്റെ പേരൊക്കെ പറഞ്ഞ് നിത്യയുടെ വീട്ടുകാരൻ കണ്ണി പൊടിയിടാൻ പറ്റും. പക്ഷേ പോലീസിന്റെ മുൻപിൽ വേളച്ചിലൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇനി എങ്ങാനും പോലീസ് പിടിച്ച ഇത് ചെയ്തത് നീ തന്നെയാണെന്ന് തെളിഞ്ഞ നീ മാത്രമായിരിക്കും പ്രതി. എനിക്കോ ശരവണ്ണോ ഈ കേസുമായി ഒരു മനസ്സറിവില്ല. കുറ്റം സ്വയം അങ്ങേറ്റ് പറഞ്ഞേക്കണം. മനസ്സിലായോ? ഇനി ശരവണ്ണയാണ് പോലീസ് പൊക്കുന്നെങ്കിൽ നീ എന്തു പറയും? എനിക്ക് തെരിയില്ല സാർ. ഞാൻ പറഞ്ഞുതരാം. നിന്നോടുള്ള വൈരാഗ്യത്തിന് നിന്റെ പൊണ്ടാട്ടിയായ പൊന്നുമണി കോളം തെയ്യി എവിടെയോ ഒളിപ്പിച്ചിരിക്കുന്നു. പൊണ്ടാട്ടി? അതേടാ, നമ്മൾ ഉണ്ടാക്കിയ കഥയിൽ നിന്റെ പൊണ്ടാട്ടിയല്ലേ പൊന്നുമണി. ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നീ ഉറച്ചിരിക്കണം. ആമാ സാർ, ഞാൻ നിൽക്കാം.
നിന്റെ കൂടെ ഒന്ന് താമസിക്കാതിരിക്കാനായിട്ട് പൊന്നുമണി കളിക്കുന്ന നാടകമായതെന്ന് നീ അങ്ങ് പറഞ്ഞേക്കണം. ഞാൻ പറയാം സാർ. അങ്ങനെ പറഞ്ഞു വരുമ്പോ ഇതൊന്നും അറിയാത്ത പാവം ആരായിരിക്കും? ഈ ശരത്ത് സാർ അല്ലേ? എന്നാലും വലിയ കഷ്ടമായി പോയല്ലടാ നമ്മുടെ പൊന്നുമണിയുടെ കുഞ്ഞിൻ്റെ കാര്യം. പൊന്നുമണി എന്ത് സങ്കടപ്പെടുന്നുണ്ടാവും അല്ലേ വരുവണ? സങ്കടം പിന്നെ ഇല്ലാതെ വരൂ ജമാലെ. നമ്മുടെയൊക്കെ അമ്മമാർക്ക് നമ്മളെ വേണ്ടാന്ന് വെച്ച് എല്ലാ അമ്മമാരും അങ്ങനെയല്ലല്ലോ. ഇതിന് പിന്നിൽ ആ നായ തന്നെയാ, ആ ശരത്ത്. അല്ലാതെ പിന്നെ ആര്? കോടതിയിൽ അവനെതിരെയുള്ള ശക്തമായ തെളിവല്ലായിരുന്നോ ആ കുഞ്ഞ്? അത് മുമ്പിൽ കണ്ട് ഒരു മുഴം അവൻ നീട്ടിയെറിഞ്ഞു. കൂട്ടിനാ ശരവണനുണ്ടല്ലോ, പൊന്നുമണിയെ കെട്ടിയേ പറ്റൂന്ന് പറഞ്ഞ് ശപഥം എടുത്ത് നടക്കുമല്ലേ നായ. അതൊന്നും നടക്കത്തില്ലെന്ന. കുറെ അവൻ നടക്കും, ശ്രമിക്കും. അത് കഴിയുമ്പോ ക്ഷീണിച്ച് നിർത്തിക്കോളും. അങ്ങനെയല്ലളിയാ, നീ പത്രത്തിലെ കണ്ടിട്ടില്ലേ? വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊന്നു, പെട്രോൾ ഒഴിച്ച് കത്തിച്ചെന്നൊക്കെ. ആ പൊന്നുമണിയോട് സൂക്ഷിക്കാൻ പറയണം. ഈ ശരവണനൊക്കെ എന്തിനും മടിക്കാത്തവന്മാരാ. നമുക്കറിയാവുന്നില്ലേ ശരവണനെ? ജമാല് പറഞ്ഞത് സത്യമാ, സൂക്ഷിക്കണം. പൊന്നുമണിക്കൊരു ഭർത്താവുണ്ടെങ്കിൽ ശരവണ അവന്റെ പാട് നോക്കി പൊയ്ക്കോളും. അങ്ങനെ ഒന്നും ഉണ്ടാവുന്നത് വരെ അവൻ പറയുന്നത് കേൾക്കാനും അവന്റെ പക്ഷം പിടിക്കാനും നാട്ടുകാരെ കുറെ പരിഷ്കാരികൾ ഉണ്ടാവും. അരുന്തേ, നീ നിരഞ്ജൻ സാറിൻ്റെ അടുത്ത് നിന്ന് സീരിയസ് ആയിട്ട് പൊന്നുമണി ഒന്ന് ആലോചിക്കളിയാ. പിന്നെ കുത്തുകൊണ്ട് കിടക്കുന്ന നിരഞ്ജൻ സാറിന്റെ അടുത്ത് ഞാൻ കല്യാണാലോചനയായിട്ട് പോവുമല്ലേ? അല്ല, എല്ലാം ഭേദമായിട്ട് മതി. എന്റെ വേലുവണഞ്ഞ് ബുദ്ധിയില്ലാതായോ? ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു തരുന്നത് പോലെയാണോ അവരുടെ പെൺകൊച്ചിന്റെ ജീവിതം നമ്മുടെ കയ്യിലോട്ട് വെച്ചിരുന്നത്? സമയമാവുമ്പോ യോഗ്യനായ ഒരു പയ്യനെ കണ്ടെത്തി അവര് പൊന്നുമണിയെ കെട്ടിച്ചു വിട്ടോളൂ. അതെ, നമുക്ക് നിരഞ്ജൻ സാറിനെ ഒന്ന് കാണാൻ പോണ്ടേ? നമ്മൾ അവിടേക്ക് ചെന്ന ആ ജയശങ്കർ സാറിനും പുള്ളിയുടെ പെങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. പിന്നെ സ്വാമിയുടെ മോണ്ടല്ലോ, അതും കലം പോലെ ആവും. നമ്മൾ അവരെ ഒന്നും നോക്കണ്ട, നമുക്കതിന്റെ കാര്യമില്ല. നമ്മൾ നിരഞ്ജൻ സാറിനെയും അക്ഷരാമേളത്തെയും മാത്രം നോക്കിയാൽ മതി. അല്ലവരെന്തേ, നീ എന്താ ആലോചിക്കുന്നത്? ഓ, പൊന്നുമണിയുടെ കുഞ്ഞിനെ പറ്റി ആലോചിക്കുകയായിരുന്നു. നമ്മളെയൊക്കെ പോലെ അത് തെരുവിൽ ജീവിക്കേണ്ട അവസ്ഥ വന്ന അമുദം, ഇനി വിളിച്ച ഫോൺ നമ്പർ ചോദിക്കണം. ശരത് സാറ് ரொம்ப ടെൻഷൻ இருக்குன்னு சொல்லணும். പിന്നെ ഷെൽട്ടറിനെ കുറിച്ച് അവ കവലപ്പെട വേണമെന്ന് சொல்லு. അതല്ലാമ ഞാൻ റെഡി പണിയാച്ച്. അമുദം, നമുക്ക് നൈറ്റിലെ പേസലാം. എടാ, ആ ശരത്ത് എന്ന് പറയുന്ന വധൂരിയെ എടുത്തിട്ടൊന്ന് കുടഞ്ഞു നോക്കിയാലോ? ഞാൻ അവന്റെ മർമ്മത്തിനിട്ടൊരു കുത്തങ്ങ് കുത്താം. അവൻ പണ്ട് കുടിച്ച മുലപ്പാലിന്റെ കൂടെ പൊന്നുമണിയുടെ കൊച്ച് എവിടെയാണെന്ന സത്യം കൂടി പുറത്തു വരും. ചിന്തിക്കാനിട്ടല്ല, അത് റിസ്ക്കാണ് വേലുവണ്ണ. നമ്മളും കൂടി കേസിൽപ്പെട്ട് അകത്ത് പോയ പുറത്ത് നിരഞ്ജൻ ഡോക്ടറും പൊന്നുമണിയൊക്കെ ഒറ്റയ്ക്കായി പോവില്ലേ? ഇടവും വലവും ആ ശരവണനും ശരത്തും. പറഞ്ഞ് തീരുന്നുമ്പേ വന്നല്ലോ മുതുകാലൻ, മൂടിഞ്ഞ ആയുസം. ഹായ് ജയിൽ പ്രദേശ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുവാണോ? അമ്പല ഭണ്ഡാരമാണോ അതോ പള്ളിക്കുറ്റിയോ? എടോ മൂപ്പിന്നേ, ഇയാള് വലിയ മർമ്മമാണ്, കോപ്പാണ്, കൊടച്ചക്രമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്.
ഒത്തച്ചക്ക കൊത്തി അരിയുന്ന പോലെ തന്റെ ഈ വിരലിന്റെ തുമ്പ് എല്ലാവിടെ കൊത്തി അരിഞ്ഞ് ചാല മാർക്കറ്റിലെ കാക്കയ്ക്കും പട്ടിക്കും ഇട്ടു കൊടുക്കും. പറഞ്ഞേക്കാം. പോടാ കോപ്പേ. നിന്നെയും നിന്റെ ഈ യന്ത്രക്കുതിര ഉൾപ്പെടെ പൊക്കിയെടുത്ത് കരമനയാറ്റിൽ ഇടാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ആഹാ, പരുന്ത് ചെറഞ്ഞ് ചിറക് വിരിച്ചല്ലോ. എടാ, നീ ആ പൊന്നുമണിയുടെ കോഴിക്കുഞ്ഞിനെ റാഞ്ചി എന്ന് കേട്ടല്ലോ. അവളെ കല്യാണം കഴിക്കാനായിട്ട്